വേടന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടി ചാൻസലർ. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് ചാൻസലർക്ക് നൽകിയ കത്തിന്മേലാണ് നടപടി. BA മലയാളം 3ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത്. സുഹൃത്തുക്കളെ, ഈ വാർത്തകളെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ചാൻസലർ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടു. എന്തിനാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്നുള്ള ആ ഒരു പാട്ട് ഒരു താരതമ്യ പഠനത്തിന്റെ ഭാഗമായിട്ട് ലോക പോപ്പ് സംഗീതത്തിന്റെ രാജാവായിട്ടുള്ള നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടുമായിട്ട് കമ്പയർ ചെയ്ത് പിള്ളേര് പഠിക്കട്ടെ എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് അവിടെ ചില സംഖ്യകള് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ ഉള്ള ഒരു സംഖ്യയാണ് ഇതിന് കേസ് കൊടുത്തത്. എന്തായാലും വൈസ് ചാൻസലറോട് ചാൻസലർ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് അവിടെ വെച്ച് എന്ന് ചോദിക്കുമ്പോൾ ആരാണ് ചാൻസലർ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ സംഘി ഗവർണറാണ്. നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലേക്കും എങ്ങനെയാണ് ആ ഒരു ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു കാവിക്കൊടി ഏന്തിയ ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം വരച്ച ആ ഒരു രൂപം എങ്ങനെയെങ്കിലും തിരികെ വെക്കുവാനും ആളുകളുടെ മനസ്സിൽ മുഴുവൻ ഒരു ഹൈന്ദവത ഉണ്ടാക്കി തീർക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗവർണറാണ് ചാൻസലർ. അദ്ദേഹമാണ് തീർച്ചയായിട്ടും അദ്ദേഹം ചോദിക്കും. കാരണം അവരെയാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത് അവരെയാണ്. വേടന്റെ പാട്ടുകൾ അതിഭീകരമായിട്ട് പലരെയും അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിനിടയ്ക്ക് നമ്മുടെ ഷാഫി പറമ്പിൽ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. വേടന്റെ പാട്ടുകൾ രണ്ട് തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്നത് എങ്ങനെയാണ് അസ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്? യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ പിടിച്ചിട്ടാണ് അസ്വസ്ഥതകൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്. ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. നമ്മുടെ മനസ്സിലായില്ലേ? ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നേരെ തിരിച്ചു പിടിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഉണ്ട് എന്ന് വേടൻ തന്നെ പാട്ടിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ അത് പലർക്കും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ അസ്വസ്ഥത സംഘപരിവാറിന് ഒരു വലിയ സ്വസ്ഥതക്കേടായിട്ടും ഉറക്കമില്ലാത്ത സംഭവത്തിലേക്ക് എത്തിക്കുന്നതാണ്. പലപ്പോഴും പല ആളുകളൊക്കെ പറയുന്നത്, ഒന്ന് ശാഖയിലേക്ക് ആളെ കിട്ടുന്നില്ല. വേടന്റെ പാട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആളുകൾ പോകുന്നു. ഒപ്പം തന്നെ വേടന്റെ പാട്ട് ചുമ്മാ കേൾക്കുക മാത്രമല്ല, വേടൻ ചിന്തിക്കുന്ന പോലൊക്കെ ചിന്തിക്കാനൊക്കെ പല ആൾക്കാർക്കും പ്രേരിതമാവുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ഇന്റർവ്യൂല്, നമ്മുടെ അരുണുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നിരീശ്വരവാദിയാണ്. ഇത് കേട്ട വഴിക്ക് തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ പല കുട്ടികളും പറഞ്ഞു തന്നത്, ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞ പരിപാടി അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പരിപാടിയാണല്ലോ എന്നൊക്കെ ചില ആളുകൾക്കൊക്കെ അങ്ങനെ ചില തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേടന്റെ ഒരു ഒറ്റ വാക്ക്, ഞാനൊരു നിരീശ്വരവാദിയാന്ന് പറയുന്ന ഒറ്റ വാക്ക് എത്ര പെട്ടെന്നാണ് കുട്ടികളെ സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില സ്വാധീനങ്ങൾ ഇവർക്കുണ്ടാവുകയും ഈ സംഗീതത്തിൽ നിന്ന് ഈ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നത് ഈ സംഘപരിവാറുകാർക്ക് തീരെ പിടിക്കില്ല. അവർക്കത് ഇഷ്ടമാവില്ല. അവരെപ്പോഴും ചില ജാതീയതയുടെ ഉള്ളില് ആ മതത്തിന്റെ കെട്ടുപാടിനുള്ളിൽ തന്നെ ജീവിക്കുകയും മറ്റു മതസ്ഥരെ എങ്ങനെയാണ് വെറുക്കേണ്ടതെന്ന് മാത്രം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറിയിട്ട് എല്ലാവരെയും സ്നേഹിക്കണം, ഈ ലോകം മുഴുവൻ നമ്മുടേതാണ്, ലോകത്തെ എല്ലാ ആളുകളും നമ്മുടെ സഹോദരന്മാരാണ് എന്നൊരു തോന്നലിലേക്കുള്ള ഒരു രീതിയിലേക്ക് വേടൻ പാട്ടുമായി തീർന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരത് ശല്യപ്പെടുത്തുന്നതാണ്. സുഹൃത്തുക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വേടൻ, അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു പാട്ടുകാരന്റെ പാട്ട് അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവാണ്. മമ്മൂട്ടിയുടെ ജീവചരിത്രം ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പോകുന്ന പോലെ തന്നെ വേടന്റെ ഒരു പാട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അതും ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു കവിതയാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ കൊടുക്കുന്നത്. അത് ഈ അടുത്ത കാലത്ത് സെലക്ട് ചെയ്തില്ല. പല ആളുകൾക്ക് സംശയം, വേടനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം, വേടൻ ആ കഞ്ചാവ് കേസിൽ പെട്ടതിന് ശേഷം, വേടൻ വളരെ പെട്ടെന്ന് ഫേമസ് ആയതിനു ശേഷം, സംഘികളെല്ലാം എതിർത്ത് വളരെ പെട്ടെന്ന് ഫേമസിലേക്ക് ഇദ്ദേഹം കയറിയതിനു ശേഷമാണ് വേടന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി വെച്ചത് എന്നതാണ് പലരും ധാരണ. അല്ല, ഒരു വർഷം മുമ്പ് തന്നെ, അതായത് 4 വർഷം മുമ്പ് ഇറങ്ങിയ ഈ ഒരു പാട്ട് കഴിഞ്ഞ വർഷം തന്നെ തുടക്കത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി ഈ ഒരു തീരുമാനമെടുത്തിരുന്നു, അത് ആഡ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ടും പഠിച്ച്, ഒരു വേടെന്ന് പറയുന്ന മനുഷ്യൻ വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാവുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ബുദ്ധിയും വിവരമുള്ള ഈ പാഠപുസ്തകം പിള്ളേർ എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആ അധ്യാപകരെല്ലാം കൂടി ചേർന്ന് വേടന്റെ പാട്ട് വെക്കാം,
അത് കുട്ടികൾ പഠിക്കട്ടെ. അതും ഏതുമായിട്ട് പഠിക്കട്ടെ, താരതമ്യം ചെയ്യുന്ന ഒരു രീതിക്ക് തന്നെ പഠിക്കട്ടെ. അത് ഏതുമായിട്ടാണ്? നമ്മുടെ ലോക പോപ്പ് സംഗീതജ്ഞനായിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നു. നോക്കൂ, നമ്മുടെ ഈ ഇങ്ങേ തലക്കി കിടക്കുന്ന മലയാളിയായിട്ടുള്ള ലോകം അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ആ ഒരു മനുഷ്യന്റെ വലിയ വിദ്യാഭ്യാസ എന്താ പറയുക രീതികളൊന്നും ഇല്ലാത്ത +2 വരെ കഷ്ടി പഠിച്ചു പോയ മാത്രം ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വരികള് ലോക സംഗീതജ്ഞൻ എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് കമ്പയർ ചെയ്യുമെങ്കിൽ ഒരു തരത്തിൽ മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ അഭിമാനമല്ല വരേണ്ടത്. അതേസമയം ഇത് അഭിമാനമല്ല, അപമാനമാണ് വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരുകാര് കുലം കുത്തികൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് വൈസ് ചാൻസലർ പറഞ്ഞു കഴിഞ്ഞു, ആ പാട്ട് പിൻവലിക്കില്ല, അതവിടെ പഠിപ്പിക്കുക തന്നെ ചെയ്യും, കുട്ടികൾ ആ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും. വേടൻ പറഞ്ഞു, എൻ്റെ പാട്ട് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എൻ്റെ പാട്ട് ആളുകൾ കേൾക്കും, അവർക്കത് മനസ്സിലാക്കും, അവർക്ക് ഇനിയും മനസ്സിലാക്കാനുള്ള ഒരുപാട് പാട്ടുകൾ വരും. ഈവൻ ഭാരതാംബയെ കുറിച്ച് പോലും ഞാനൊരു പാട്ട് എഴുതുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കൂ, അതിനുശേഷം നമുക്ക് നോക്കാം എന്നൊക്കെയാണ് വേടൻ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ട് ധൈര്യത്തോടെ നിങ്ങൾ എന്ത് കൊടുവാളുമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ദണ്ഡയായിട്ട് വന്നിട്ടും കാര്യമില്ല, ഞാൻ എൻ്റെ പാട്ട് നിർത്തില്ല എന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞ രീതിയിലേക്ക് വേടൻ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അവസാനം ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയിലാണ് ചാൻസലർ ആയിട്ടുള്ള നമ്മുടെ സംഘി ഗവർണർ നേരിട്ടിട്ട് വൈസ് ചാൻസലറോട് എന്തുകൊണ്ട് ആ പാട്ട് അവിടെ വെച്ചു എന്ന് ഒരു തീരുമാനം പറയാൻ വന്നിരിക്കുന്നത്. വൈസ് ചാൻസലർ മുട്ടുമടക്കൂല എന്ന് വിചാരിക്കാം, ആ പാട്ട് നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നിരോധിക്കാൻ വേണ്ടി ആ പാട്ട് പിള്ളേർ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആവത് ശ്രമിക്കും. അങ്ങനെ ആ പാട്ട് പഠിക്കാതിരിക്കാൻ ഇവർ ആവത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മലയാളത്തിലെങ്ങാണ്ട മലയാളികൾക്കോ ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്കോ, മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ആണ് ആ ഒരു പാട്ട് പഠിക്കാനുള്ളത്, കമ്പാരിസൺ പഠിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ തന്നെ ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയുന്ന ഈ സമയത്തിനടക്കം തന്നെ ഒട്ടുമിക്ക ആളുകളും വേടന്റെ ഈ ഒരു പാട്ട് മാത്രമെങ്കിലും സെലക്ട് ചെയ്തിരിക്കാം, ഈ ഒരു പാട്ട് മാത്രമായിട്ടെങ്കിലും സെലക്ട് ചെയ്തിരിക്കാം. ഇനി അദ്ദേഹം എഴുതിയ പാട്ടുകളുടെ ഒരു PDF ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട്, ഒന്ന് ഹായ് അയക്കുകയാണെങ്കിൽ ഞാൻ ആ PDF ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. 90 74 0 98 27 2. ഇതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് ഹായ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേടന്റെ പാട്ടുകളുടെ PDF ഞാൻ അയച്ചു തരാം. നിങ്ങൾ വായിക്കുന്നേ, അതിഗംഭീര കവിതകളൊക്കെ വായിച്ച് മുന്നോട്ട് പോകും. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വളരെയധികം ആവശ്യമാണ്. ബൈ.